എല്ലാവർക്കും നമസ്കാരം. വസുദൈവ കുടുംബകം ഓൾ ഇസ് വെൽ എന്ന ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നവവിധ ഭക്തികളെക്കുറിച്ചാണ്. നവവിധ ഭക്തികളാണുള്ളത്. അതായത് ശ്രവണം, കീർത്തനം, മനനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ നവവിധ ഭക്തികളിലൂടെ കടന്നുപോയി ആത്മസമർപ്പണം ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനിലേക്ക് എത്തുന്നത്. നവവിധ ഭക്തികളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകണമെന്നില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാവത്തിലായിരിക്കാം നമ്മൾ ഭഗവാനെ കാണുന്നത്. ഓരോരുത്തരുടെയും ഭാവത്തിനനുസരിച്ച് ഭഗവാൻ നമുക്ക് പ്രാപ്യനാണ്. അതായത് അർജുനൻ കാണുന്നത് ഒരു സഖാവായിട്ടാണ്. ഒരു സഖാവായിട്ട് എന്നും ഭഗവാൻ കൂടെയുണ്ട്. എന്നാലോ യശോദയെ സംബന്ധിച്ചിടത്തോളം മകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയുടെ വിളിപ്പുറത്ത് മകൻ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഭക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതായത് മതം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നമ്മൾ പോയാലും ഏത് വഴിക്ക് പോയാലും നാനാവിധത്തിലുള്ള വഴികളുണ്ടെങ്കിലും എല്ലാം എത്തിച്ചേരുന്നത് ഒരേ ലക്ഷ്യസ്ഥാനത്തായിരിക്കും. അപ്പം നമ്മൾ ഏതൊക്കെ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ചാലും ഇനി ഏതൊക്കെ മതങ്ങളിലൂടെ പോയാലും നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാവരും എത്തിച്ചേരുന്ന ഇടവും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലുള്ള ആരും വ്യത്യസ്തരല്ല. അല്ലെങ്കിൽ ഭഗവാന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരും ഒന്നാണ്. എല്ലാവരും ഭഗവാനാണ്. എല്ലാവരിലും ഭഗവാനുണ്ട്. ഭഗവാനിൽ നമ്മളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ വിധത്തിലുള്ള ഭക്തികൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാനേ സാധിക്കും. നമ്മുടെ ഭക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. മാതൃഭാവത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ മകനെ പോലെയാണ് ഭഗവാനെ കാണുന്നതെങ്കിൽ അവിടെ വാത്സല്യ ഭക്തിയാണ് വരുന്നത്. ഇനി ശ്രവണത്തിലൂടെ ഭഗവാനെ നേടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള രുക്മിണി ദേവി. അതായത് രുക്മിണി ദേവി ഭഗവാനെ കാണുന്നത് പോലും വിവാഹത്തിൻ്റെ അന്നാണ്. അതായത് അതിനു മുൻപെല്ലാം ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ കേട്ട് 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 ഭഗവാനിലേക്ക് ഒരു സമർപ്പണ ഭാവം വരികയാണ്. അങ്ങനെയാണ് ശ്രവണത്തിലൂടെ ഭഗവാനെ നേടിയതാണ് രുക്മിണി ദേവി. അതുപോലെ കീർത്തനത്തിലൂടെ നമുക്കറിയാം നാരദർ, അതുപോലെ മീരാഭായി, ഇവരൊക്കെ കീർത്തനത്തിലൂടെയാണ്. അതായത് സർവം സമർപ്പിക്കുന്നത് ആ ഒരു ഭാവത്തിലാണ്. അങ്ങനെ കീർത്തനത്തിലൂടെ നേടിയവരുണ്ട്. അതുപോലെ മനനം ചെയ്യുന്നത്, അതായത് നമ്മൾ ഭഗവാനെ വലിയൊരു ശ്രേഷ്ഠ സ്ഥാനത്തിരുത്തുന്നില്ലെങ്കിലും ഒരു ശത്രുഭാവത്തിൽ കണ്ടാലും നമ്മുടെ ഭാവം എന്താണോ, നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ കാണുന്നത് എന്നതിനേക്കാളും നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സ്മരണത്തിലൂടെ പോലും നമുക്ക് ഭഗവാൻ അവൈലബിൾ ആണ്. ഇനി നിഷ്കളങ്കരായവർക്ക് മാത്രമാണോ ഭഗവാനെ കിട്ടുക? അല്ല, ക്രൂരന്മാരാണെങ്കിലും അവരും ഭഗവാനെ കിട്ടാനും മാത്രം അവരും എന്താണ് ഭഗവാനെ നേടാൻ ആയവരാണ്. അതായത് ഇപ്പോൾ കംസനെ പോലെയുള്ള അല്ലെങ്കിൽ രാവണനെ പോലെയുള്ള അസുരന്മാർ അവരെങ്ങനെയാണ് ഭഗവാനെ നേടിയത്? അവർക്ക് വിരോധ ഭക്തിയായിരുന്നു. അതായത് സദാസമയം ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ഒരു ഭക്തൻ എത്രയോ ബുദ്ധിമുട്ടി ഭഗവാനെ നേടുന്നതിനേക്കാൾ എത്ര എളുപ്പത്തിലാണ് അവർ ഭഗവാനെ നേടിയത് അല്ലേ? അപ്പോൾ സ്മരണത്തിലൂടെയും നമുക്ക് ഭഗവാനെ കിട്ടും. യുധിഷ്ഠിരനും അതുപോലെ ഉദ്ധവരൊക്കെ പാദസേവനത്തിലൂടെയാണ് ഭഗവാനെ നേടിയത്. പിന്നെ അർച്ചിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ പൂജിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് പലരും ഭഗവാന്റെ മുൻപിൽ ഒരു എളിയ ദാസനെ പോലെ നിന്നിട്ടാണ് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത്. അപ്പോൾ ദാസ്യഭക്തിയുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഭഗവാനെ നേടാം. അർച്ചനം, വന്ദനം, ദാസ്യം. സഖ്യത്തിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അർജുനനാണ് അല്ലേ? അപ്പോൾ അർജുനനാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്. സഖാവ് എന്ന് വെച്ചാൽ സുഹൃത്താണ്. അപ്പോൾ സഖ്യത്തിലൂടെ ഭഗവാനെ നേടിയതാണ് അർജുനൻ. അതുപോലെ ആത്മനിവേദനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം. ശ്രേഷ്ഠമായ ഭാവം എന്ന് വെച്ചാൽ എല്ലാത്തിലും ശ്രേഷ്ഠതയുണ്ട്. ആത്മനിവേദനം സ്വയം സമർപ്പിക്കുകയാണ്. അത് മഹാബലിയെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. 2 അടി വെച്ചിട്ട് 3-ാമത്തെ അടിക്ക് സ്വയം തന്നെ സമർപ്പിക്കുകയാണ്. ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സ്വയം തന്നെ സമർപ്പിക്കുകയാണ്. അതിന് മേലെ ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഭഗവാനെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ആത്മനിവേദനം ചെയ്തിട്ടാണ് മഹാബലിക്ക് മോക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നവവിധ ഭക്തികളിൽ ഏതാണ് നമ്മുടെ ഭക്തി? ഏത് വിധത്തിലുള്ള ഭക്തിയാണെങ്കിലും നമുക്ക് ഭഗവാനോട് ഭക്തിയുണ്ടോ? നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ നാമജപങ്ങൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള വഴി നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാൽ മതി.
ആ ആഗ്രഹം നിറവേറ്റി തരാൻ ഭഗവാൻ സദാ വില്ലിങ്ങാണ്, നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ മുന്നിലേക്ക് പലപ്പോഴും പല രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ വരുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ചിലപ്പോഴൊക്കെ ശകാരിക്കുന്ന ഭാവത്തിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ രൂപത്തിൽ ഭഗവാൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്. നമ്മളെല്ലാം ഓരോ തലമുറയിൽ പെട്ട ഓരോരുത്തരും ആ ഒരു യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ചിലപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം വിരുദ്ധമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് യുവാക്കളായിട്ടുള്ള കുട്ടികൾക്കെല്ലാം ചിലർക്കെങ്കിലും ഇല്ലാതായി പോയേക്കാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഭഗവാനായിരിക്കും നമ്മളോട് അച്ഛൻ്റെയോ അമ്മയുടെയോ രൂപത്തിൽ വന്നിട്ട് പറയുന്നത്. എപ്പോഴും ശംഖചക്ര ഗദാധാരിയായിട്ട് ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു വിചാരിക്കരുത്. നമുക്ക് മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അവതരിക്കുന്നുണ്ട്. ഭഗവത്ഗീതയായിട്ട് അർജുനൻ്റെ മുന്നിൽ അവതരിച്ചതുപോലെ നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ഓരോ ഓരോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അപ്പോൾ സദാ നമ്മുടെ മുൻപിൽ നമുക്ക് ചുറ്റും പറഞ്ഞല്ലോ, എല്ലാം ഭഗവാനാണെന്ന് സങ്കല്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളും ഭഗവാനാണ്. നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ തോന്നലുകളും ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. അങ്ങനെ സർവം സമർപ്പണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ഭഗവാനാണ്. അപ്പോൾ അവന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നല്ല, ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഭഗവാൻ സദാ അവനോടൊപ്പം ഉണ്ടെന്നൊരു തോന്നൽ, അത് നമുക്കൊരു ആത്മവിശ്വാസം തരും, നമ്മളെ മുന്നോട്ട് നയിക്കും, നമുക്കൊരു വിൽ പവർ ഉണ്ടാക്കും. ആ ഒരു വിൽ പവറാണ് നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഒരു ധൈര്യം എല്ലാവർക്കും ഭഗവാനിലൂടെ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഭക്തി ഏതാണോ, ഏത് ഭാവത്തിലുള്ള ഭക്തിയാണെങ്കിലും അതേ ഭാവത്തിലായിരിക്കും ഭഗവാൻ നമുക്ക് അവൈലബിൾ ആയിരിക്കുക. ഞാൻ ഒരു യജമാന രൂപത്തിലാണ് ഭഗവാനെ കാണുന്നതെങ്കിൽ, ഞാനൊരു ദാസനായിട്ടാണ് ഭഗവാന് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, ഭഗവാൻ ഒരു യജമാന രൂപത്തിലായിരിക്കും നമുക്ക് മുൻപിൽ അവൈലബിൾ ആയിരിക്കാം. നേരെ മറിച്ച് നമ്മളൊരു മാതൃഭാവത്തിലാണ് നമ്മുടെ ഭക്തിയെങ്കിൽ, നമ്മുടെ കൂടെ നമുക്ക് ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കും. ആ കണ്ണനെ നമുക്ക് സ്നേഹത്തോടെ ശാസിക്കാം, നമുക്ക് ആജ്ഞാപിക്കാം, ദേഷ്യപ്പെടാം, വാശി പിടിക്കുന്ന കുഞ്ഞാണെങ്കിൽ ഒരടിയൊക്കെ കൊടുക്കും ഇല്ലേ. അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും, ഒരു അമ്മയ്ക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ടായിരിക്കും. അതുപോലെ മാധുര്യ പ്രേമഭക്തി, ഗോപികമാർക്ക് ഉണ്ടായിരുന്നത് മാധുര്യ പ്രേമഭക്തിയാണ്. അത് ഭക്തിയുടെ വളരെ വലിയൊരു തലം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ ഭഗവാനെ ഭജിക്കുന്നവർ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഭക്തിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഏത് വിധത്തിലുള്ള ഭക്തിയാണെങ്കിലും ഭഗവാനെ സ്മരിക്കാം, ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങുക. ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ ഓരോ ദിവസവും അവസാനിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും നമുക്ക് എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗിൽറ്റ് കോൺഷ്യസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ളൊരു ആ ഒരു ഗിൽറ്റ് മൈൻഡഡ്നെസ് ഉണ്ടാവില്ല നമുക്ക്. അതായത് നമ്മൾ ശരിയും ചെയ്യണില്ല, തെറ്റും ചെയ്യുന്നില്ല. ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പുണ്യം നമുക്കിങ്ങനെ ഏറി വരികയാണ്. ആ പുണ്യത്തെ തീർക്കാനും നമ്മൾ മനുഷ്യജന്മം എടുക്കണം. ഇനി നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ആ പാപം തീർക്കാനും നമ്മൾ വീണ്ടും മനുഷ്യജന്മം എടുത്തിട്ട് വരണം. അപ്പോൾ നമ്മൾ സദാ വന്നും പോയും ഇരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുണ്യവും വേണ്ട, പാപവും വേണ്ട, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പുണ്യത്തിൻ്റെ ഭാരം ഉണ്ടാവില്ല, പാപത്തിൻ്റെ ഭാരം ഉണ്ടാവില്ല. പുണ്യത്തിന് എന്താ ഭാരം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പുണ്യവും ഭാരം തന്നെയാണ്. അതായത് ഇനിയും ജന്മങ്ങളെടുത്ത് വീണ്ടും ഇവിടെ വന്ന് ഈ കർമ്മബന്ധത്തിലും അതുപോലെ മായയിലും പെട്ട് വീണ്ടും നമ്മൾ ഇവിടെ കിടന്നിങ്ങനെ ഉഴറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ മറന്നേക്കാം. ഈ ജന്മത്തിൽ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ പുണ്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അടുത്ത ജന്മത്തിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നോ, നമ്മൾ ഏത് ഭാവത്തിലാണെന്നോ ഏത് രൂപത്തിലാണെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. 84 ലക്ഷം ജന്മങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ എത്ര സുകൃതികളാണ് നമ്മൾ ഓരോരുത്തരും. ജനിക്കുമ്പോൾ മുതൽ നമ്മൾ സുകൃതികളാണ്, നമ്മൾ ഭഗവാനെ നേടിയിട്ടാണ് ജനിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഭഗവാൻ തന്നിട്ടുള്ള ആ ഒരു അനുഗ്രഹത്തിനെ എത്ര പേര് വിലമതിക്കുന്നുണ്ട്, എത്ര പേര് അതിനെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം കൊണ്ട് നമുക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ഭഗവാനെ നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക്
ഈ ഒരു ജന്മത്തെ ശ്രേഷ്ഠമാക്കാം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്കറിയില്ല ഇനി നമുക്ക് എത്ര ജന്മമുണ്ട്, എത്ര ജന്മങ്ങൾ നമ്മൾ എടുക്കും എന്നൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ ബാക്കിയായിരിക്കും, ഈ ഒരു ജന്മത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ബാക്കിയായിരിക്കും നമുക്കിനി അടുത്ത ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരുള്ളൂ. അതല്ലാതെ വീണ്ടും നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും സർവം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, ആ ഒരു സമർപ്പണ ഭാവം നമുക്ക് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നന്മ ചെയ്യാനായിട്ടുള്ളൊരു ഉൾപ്രേരണ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു വിവേചന ബുദ്ധി, ആ ഒരു വിവേകം നമുക്ക് ഭഗവാൻ തരും. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറയുന്നുണ്ട്, ഇത് തെറ്റാണ്, നീ ചെയ്യരുത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മനസാക്ഷിയുടെ സ്വരം എന്നൊക്കെ പറയും, അത് വളരെ ചെറിയൊരു സ്വരമാണ്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ നമ്മൾ അതിനൊന്ന് ചെവി കൊടുത്താൽ, അല്ലെങ്കിൽ അത് കേൾക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആ ശബ്ദം കൂടി വരും. നമുക്ക് പലപ്പോഴായിട്ട് പല തവണയായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് മുന്നറിയിപ്പ് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ചെറിയ ശബ്ദത്തെ അവഗണിച്ചാൽ എന്തുണ്ടായിരിക്കും, ആ ശബ്ദത്തിൻ്റെ വോളിയം കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ആ മനസാക്ഷിയുടെ ശബ്ദം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തെറ്റുകളാണെങ്കിലും ശരിയാണെങ്കിലും അത് പറയുന്നതൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവുക. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, അതായത് എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യത്തിൻ്റെ, ഒരു പ്രശ്നത്തിൻ്റെയും അല്ലെങ്കിൽ ഒന്നിൻ്റെയും ഉത്തരം തേടി പുറത്തലയണ്ട. എല്ലാറ്റിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. അവിടെ ആരാണിരിക്കുന്നത്, അവിടെ എന്താണുള്ളത്, അവിടെയുള്ള ആളെ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് കേൾക്കാൻ ശ്രമിക്കുക, തിരിച്ചറിയാൻ ശ്രമിക്കുക, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ശബ്ദം കേൾക്കാം. നമ്മൾ ശ്രമിക്കും തോറും ആ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് കോൺഷ്യസ് ആവണ്ട. ഒരു സ്റ്റാർട്ടിങ് ടൈമിലുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര ശ്രമിക്കുന്നോ, നമ്മൾ ഭക്തിയിലേക്ക് ഒരു ചുവട് വെച്ചാൽ ഒരു 10 ചുവട് ഭഗവാൻ നമ്മളെ എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പാത ഈസി ആക്കി തരാനായിട്ട് ഭഗവാൻ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും. പരീക്ഷണങ്ങളുണ്ടായിരിക്കും, ദുഃഖങ്ങളുണ്ടായിരിക്കും, ഭാരങ്ങളുണ്ടായിരിക്കും. എല്ലാറ്റിനെയും ഭഗവാന്റെ പ്രസാദമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് ഉള്ളിലുണ്ടാകുന്നൊരു മനസ്സമാധാനവും സുഖവും സന്തോഷവും ശാന്തിയും അതെല്ലാം ഭഗവാൻ തരും. അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ നവവിധ ഭക്തികളിൽ ഏത് ഭക്തിയാണോ നിങ്ങൾക്കുള്ളത്, ഏത് ഭക്തിയാണെങ്കിലും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഭക്തിയിലൂടെ മുന്നോട്ട് പോയി ജീവിതം സക്സസ്ഫുൾ ആവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ഭക്തിയിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ചുറ്റുപാടുകളെയും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഭഗവാൻ സഹായിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കാൻ എല്ലാവരും ശ്രമിക്കാം. നമ്മളെല്ലാവരും പുറത്തേക്കല്ലേ നോക്കുന്നത്. അവരെന്താ ചെയ്യുന്നത് അവരെ പോലെ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരൊരു ഫോൺ വാങ്ങി ഞാനൊരു ഫോൺ വാങ്ങട്ടെ, ഒരു കാറ് വാങ്ങി ഞാനൊരു കാറ് വാങ്ങട്ടെ. അപ്പോൾ എല്ലാം നമ്മൾ പുറമെയാണ് നോക്കുന്നത്. നമുക്കൊരു കമ്പാരിസനാണ്, അവരങ്ങനെ ചെയ്തു എനിക്കത് ചെയ്യണം. പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് നോക്കൂ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്, പറഞ്ഞറിയിക്കാനാവില്ല. ആ ഒരു മനസാക്ഷിയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് മെഡിറ്റേഷനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ VMC മലയാളം എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അതിൽ സീമാജി വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ മെഡിറ്റേഷൻ ചാനൽ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ അറിവുകൾ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഭഗവാന്റെ വഴിയിലൂടെ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും ചുറ്റുമുള്ളതിലേക്കൊക്കെ ആ ഒരു പ്രസരിപ്പ് പകർത്താനും നമുക്ക് സാധിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. സദാ ഭഗവാനെ സ്മരിക്കാം, ഭഗവാനിൽ ജീവിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.